വെൽക്കം ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 ജനുവരി മാസത്തെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. ഇതിൻ്റെ സമ്മാനത്തുക 50,000 രൂപയാണ്. അടുത്തത് ഗുജറാത്തിൽ നിലവിൽ വന്ന 34ാമത് ജില്ല വാവ് തരാടാണ് ഗുജറാത്തിൽ നിലവിൽ വന്ന 34ാമത് ജില്ല. ബനസ്കന്ത എന്ന ജില്ല വിഭജിച്ചാണ് വാവ് തരാട് ജില്ല നിലവിൽ വന്നത്. അടുത്തത് ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ് കേരളം. ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ് കേരളം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് വൈദ്യുതി സംഭരിക്കുന്നത്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലാണ് വൈദ്യുതി സംഭരിക്കുന്നത്. ഇത് പകൽ ലഭിക്കുന്ന അധിക വൈദ്യുതി രാത്രിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. നെക്സ്റ്റ്, റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം. അടുത്തത്, പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2025. 2025 പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയാണ് നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ. 2021 അപ്പോയിൻമെൻ്റ് ആയ അദ്ദേഹത്തിൻ്റെ കാലാവധി 2025 ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. നെക്സ്റ്റ് വൺ, 2025 എഴുത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ അംബികാസുധൻ മങ്ങാട്. 2025 എഴുത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരനാണ് അംബികാസുധൻ മങ്ങാട്. എൻ മകജെ, പ്രാണവായു എല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. നെക്സ്റ്റ്, 1000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഇന്ത്യയുടേതാണ്. 1000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഇന്ത്യയുടേതാണ്. ആദ്യത്തേത് ചൈനയുടേതും രണ്ടാമത്തേത് അമേരിക്കയുടേതുമാണ്. അടുത്തത്, എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകം രചിച്ചത് KV തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകം രചിച്ചത്. നെക്സ്റ്റ് വൺ, അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് ഫുലിയ, പശ്ചിമ ബംഗാളിലെ ഫുലിയയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത്. നെക്സ്റ്റ്, അടുത്തിടെ ചൈനയിൽ പടർന്നു പിടിച്ച വൈറസാണ് HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ചൈനയിൽ പടർന്നു പിടിച്ച വൈറസാണ് HMPV. ഇത് ശ്വാസകോശ സംബന്ധമായ പകരുന്ന രോഗമാണ്. ഇന്ത്യയിൽ ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. അപ്പോൾ HMPV ഇന്ത്യയിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. അടുത്തത്, സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം അമേരിക്കയാണ് സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം. രണ്ടാമത്തേത് നമ്മുടെ ഇന്ത്യയാണ്. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ R ചിദംബരം. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ R ചിദംബരം. നെക്സ്റ്റ്, 2025 200ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ്. 2025 200ാം ജന്മവാർഷികം ആചരിക്കുന്ന കേരള നവോത്ഥാന നായകൻ. ഇദ്ദേഹമാണ് കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 200ാം ജന്മവാർഷികമാണ് 2025 ആചരിക്കുന്നത്. പ്രഥമ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പുരസ്കാരം 2023 ലഭിച്ചത് ഗോകുലം ഗോപാലനും 2024 പുനലൂർ സോമരാജനുമായിരുന്നു. അടുത്തത്, കേരള പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് സേനാംഗം. കേരള പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സേനാംഗം. നെക്സ്റ്റ് വൺ, 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഇന്തോനേഷ്യയാണ് 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായത്. നെക്സ്റ്റ്, അടുത്തിടെ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉപദ്വീപ്
ക്രിമിയയിലാണ് പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കരിങ്കടലിലെ എണ്ണച്ചോർച്ചയെ തുടർന്ന് റഷ്യയാണ് ക്രിമിയയിൽ പ്രാദേശിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടുത്തത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് രാജ്ഘട്ട്, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിലാണ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത്. അടുത്തത് 2025 ജനുവരിയിൽ ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് വി നാരായണൻ. വി നാരായണനാണ് 2025 ജനുവരിയിൽ ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സ്റ്റേറ്റ് കേരളമാണ്. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന സ്റ്റേറ്റ് കേരളമാണ്. നെക്സ്റ്റ് 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ പ്രമേയം ഡയസ്പൊറസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. അപ്പോൾ 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ പ്രമേയം ഡയസ്പൊറസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. ഭുവനേശ്വറിലാണ് കൺവെൻഷൻ നടക്കുന്നത്. ഇതിൻ്റെ മുഖ്യ അതിഥി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കങ്കുലുവാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ മുഖ്യ അതിഥി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കങ്കുലുവാണ്. അടുത്തത് 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ ആയിരുന്നു. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ ആയിരുന്നു. നെക്സ്റ്റ്, അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവ ഗോത്രവിഭാഗം കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവ ഗോത്രവിഭാഗം കാണപ്പെടുന്നത്. അടുത്തത് 31ാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഭോപ്പാലിലാണ്. 31ാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഭോപ്പാൽ. നെക്സ്റ്റ് വൺ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. തൃശ്ശൂരിന് 1008 പോയിൻ്റാണ് ഉണ്ടായിരുന്നത്. 2ാം സ്ഥാനം നേടിയ പാലക്കാടിന് 1007 പോയിൻറ്റും 3ാം സ്ഥാനം കിട്ടിയ കണ്ണൂരിന് 1003 പോയിൻറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. ജേതാക്കളായത് തൃശ്ശൂരാണ്. ഇനി 62ാമത്തേൻ്റെ വേദി കൊല്ലമായിരുന്നു. ജേതാക്കളായത് കണ്ണൂർ.